ബുധന്റെ നക്ഷത്രമായ അനിഴം ബുദ്ധിയും വിവേകവും ആശയവിനിമയ ശേഷിയും സൂചിപ്പിക്കുന്നു. ഈ നക്ഷത്രക്കാർക്ക് 2026 വർഷം തങ്ങളുടെ ഉള്ളിലെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതും ജീവിതത്തിൽ ദീർഘകാലമായി കാത്തിരുന്ന അഭിവൃദ്ധി വരുന്നതുമായ ഒരു സവിശേഷ കാലഘട്ടമായിരിക്കും. പരിശ്രമങ്ങൾ വിജയത്തിലേക്ക് നയിക്കപ്പെടുകയും ഭാഗ്യം അനുകൂലമാവുകയും ചെയ്യുന്ന ഈ വർഷം അനിഴം നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും മുന്നോട്ടു പോകാൻ സാധിക്കും. പൊതുവെ സമാധാനവും സംതൃപ്തിയും നിറഞ്ഞതും ജീവിത നിലവാരം ഉയർത്തുന്നതുമായ ഒരു വർഷമായിരിക്കും അനിഴം നക്ഷത്രക്കാർക്ക് 2026. കർമ്മമേഖലയിലെ വളർച്ച, സാമ്പത്തിക ഭദ്രത, കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളത, വ്യക്തിപരമായ വികാസം എന്നിവ ഈ വർഷത്തിന്റെ പ്രധാന സവിശേഷതകളായിരിക്കും. ഈ വർഷം ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനങ്ങൾ അനിഴം നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളിലും പുതിയൊരു ഉണർവ് നൽകും. നിങ്ങളുടെ സാമൂഹികവും വ്യക്തിപരവുമായ ജീവിതത്തിൽ കൂടുതൽ തിളങ്ങാൻ അവസരങ്ങൾ ലഭിക്കും. ഉള്ളിലെ സർഗാത്മകതയും നേതൃപാടവവും പുറത്തു കൊണ്ടുവരാൻ ഈ വർഷം പ്രോത്സാഹനം ലഭിക്കും. അനിഴം നക്ഷത്രക്കാർക്ക് 2026 സാമ്പത്തികമായും തൊഴിൽപരമായും വളരെ ശക്തമായ ഒരു വർഷമായിരിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഉചിതമായ പ്രതിഫലം ലഭിക്കുകയും സാമ്പത്തിക സ്ഥിതി മികച്ചതാവുകയും ചെയ്യും. ഈ വർഷം നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിൽ തിളക്കമാർന്ന നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. ദീർഘകാലമായി കാത്തിരുന്ന സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് അല്ലെങ്കിൽ സ്വപ്നതുല്യമായ പുതിയ തൊഴിലവസരങ്ങൾ എന്നിവ നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ കാര്യക്ഷമതയും പ്രതിബദ്ധതയും മേലുദ്യോഗസ്ഥരാലും സഹപ്രവർത്തകരാലും അംഗീകരിക്കപ്പെടും. ഉയർന്ന പദവിയിലേക്ക് എത്താനും നേതൃത്വപരമായ ചുമതലകൾ വിജയകരമായി നിർവഹിക്കാനും ഈ വർഷം അവസരം ലഭിക്കും. സ്വന്തമായി ബിസിനസ് നടത്തുന്ന അനിഴം നക്ഷത്രക്കാർക്ക് ഈ വർഷം വിസ്മയകരമായ വളർച്ച നേടാൻ സാധിക്കും. പുതിയ മാർക്കറ്റുകളിലേക്ക് പ്രവേശിക്കാനും ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ എന്നിവ വികസിപ്പിക്കാനും അതുവഴി ലാഭം വർദ്ധിപ്പിക്കാനും സാധിക്കും. അന്താരാഷ്ട്ര തലത്തിലുള്ള ബിസിനസ് പങ്കാളിത്തങ്ങൾക്കോ നിക്ഷേപങ്ങൾക്കോ സാധ്യതയുണ്ട്. കഠിനമായ മത്സരങ്ങളെ അതിജീവിച്ച് നിങ്ങളുടെ ബിസിനസ് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ വർഷം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും. വരുമാനത്തിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാം. കടബാധ്യതകൾ കുറയ്ക്കാനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനും ഇതൊരു സുവർണ അവസരമാണ്. മുൻപുണ്ടായിരുന്ന സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടാൻ സാധിക്കും. ബുദ്ധിപരമായ സാമ്പത്തിക തീരുമാനങ്ങളിലൂടെയും നിക്ഷേപങ്ങളിലൂടെയും മികച്ച ലാഭം നേടാൻ സാധിക്കും. റിയൽ എസ്റ്റേറ്റ്, സ്വർണം, ഓഹരി വിപണി തുടങ്ങിയ മേഖലകളിൽ നടത്തുന്ന നിക്ഷേപങ്ങൾ ദീർഘകാലത്തേക്ക് പ്രയോജനകരമാകും. ഒരു സാമ്പത്തിക വിദഗ്ധന്റെ സഹായം തേടി മികച്ച നിക്ഷേപ പദ്ധതികൾ തിരഞ്ഞെടുക്കുന്നത് അഭികാമ്യമാണ്. ഭാഗ്യത്തിന്റെ പിന്തുണയോടെ അപ്രതീക്ഷിതമായ ധനലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. പാരമ്പര്യ സ്വത്ത്, ലോട്ടറി അല്ലെങ്കിൽ മുൻപുള്ള നിക്ഷേപങ്ങളിൽ നിന്നുള്ള അപ്രതീക്ഷിത ലാഭം എന്നിവ ഇതിൽ ഉൾപ്പെടാം. പുതിയ വീട്, വാഹനം, ഭൂമി തുടങ്ങിയ വലിയ സ്വത്തുക്കൾ വാങ്ങാനുള്ള അവസരങ്ങൾ ഈ വർഷം ലഭിക്കും. ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇതൊരു നല്ല സമയമാണ്. വീട് മോടി പിടിപ്പിക്കാനും ഗൃഹപ്രവേശം നടത്താനും സാധിക്കും. കുടുംബ ബന്ധങ്ങളിലും വ്യക്തിപരമായ ജീവിതത്തിലും അനിഴം നക്ഷത്രക്കാർക്ക് 2026 ഒരു സമാധാനപരവും സന്തോഷകരവുമായ വർഷമായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും ഐക്യവും നിലനിൽക്കും. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാകും. മുൻപുണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും ഈ വർഷം ഇല്ലാതാകും. പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനും പിന്തുണ നൽകാനും സാധിക്കും. പുതിയ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനും യാത്രകൾ പോകാനും അവസരങ്ങൾ ലഭിക്കും. അവിവാഹിതരായ അനിഴം നക്ഷത്രക്കാർക്ക് 2026 വിവാഹത്തിന് വളരെ അനുകൂലമായ വർഷമാണ്. അനുയോജ്യരായ ജീവിത പങ്കാളിയെ കണ്ടെത്താനും മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും അനുഗ്രഹത്തോടെ വിവാഹിതരാകാനും സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്താൻ ഈ വർഷം സാധ്യതയേറും. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഈ വർഷം സന്താന ഭാഗ്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. കുട്ടികൾ ഉള്ളവർക്ക് അവരുടെ പഠനത്തിലോ കലാകായിക രംഗത്തോ മികച്ച പുരോഗതി കണ്ട് സന്തോഷിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവസരം ലഭിക്കും. കുട്ടികളുമായുള്ള ബന്ധം കൂടുതൽ സ്നേഹസമ്പൂർണമാകും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും നല്ല ഓർമ്മകൾ സൃഷ്ടിക്കാനും സാധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ, ആഘോഷങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ശുഭകാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും. പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും നിലവിലുള്ള സൗഹൃദങ്ങൾ ശക്തിപ്പെടുത്താനും സാധിക്കും. സാമൂഹിക പരിപാടികളിൽ സജീവമായി പങ്കെടുക്കും. സമൂഹത്തിൽ നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കും. പഴയകാല സുഹൃത്തുക്കളുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. അനിഴം നക്ഷത്രക്കാർക്ക് 2026 ആത്മീയമായ ഉണർവിനും പുതിയ യാത്രകളിലൂടെയുള്ള ലോകപരിചയത്തിനും അവസരം നൽകും. ഈ വർഷം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും. ധ്യാനം, യോഗ, പ്രാർത്ഥന, പുണ്യഗ്രന്ഥ പഠനം എന്നിവയിലൂടെ ആന്തരിക സമാധാനവും മാനസിക വ്യക്തതയും നേടാൻ സാധിക്കും. ജീവിതത്തിന്റെ ആഴത്തിലുള്ള അർത്ഥങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ആത്മീയപാതയിൽ മുന്നോട്ടു പോകാനും ഇത് നിങ്ങളെ പ്രേരിപ്പിക്കും. ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കാനും സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനുമുള്ള പ്രചോദനം ലഭിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുകയും അതുവഴി സാമൂഹിക അംഗീകാരം നേടുകയും ചെയ്യും.
പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും തീർത്ഥാടനങ്ങൾ നടത്താനും ഈ വർഷം അവസരം ലഭിക്കും. ഇത് മാനസികമായ ഉന്മേഷവും ആത്മീയമായ സംതൃപ്തിയും നൽകും. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധിക്കും. തത്വശാസ്ത്രപരമായ പുസ്തകങ്ങൾ വായിക്കാനും പുതിയ അറിവുകൾ നേടാനും ഈ വർഷം അവസരം ലഭിക്കും. ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും ലോകത്തെ കൂടുതൽ അറിയാനും സാധിക്കും. ദൂരയാത്രകൾക്കും വിദേശ യാത്രകൾക്കും സാധ്യതയുണ്ട്. തൊഴിൽപരമായ ആവശ്യങ്ങൾക്കോ വിനോദത്തിനോ വേണ്ടിയുള്ള യാത്രകൾ ഗുണകരമായിരിക്കും. പുതിയ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാനും പുതിയ ആളുകളെ കണ്ടുമുട്ടാനും ഈ യാത്രകൾ സഹായിക്കും. സാഹസിക യാത്രകൾക്ക് താല്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കാം. അനിഴം നക്ഷത്രക്കാർക്ക് 2026 ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ നല്ല പുരോഗതിയും സ്ഥിരതയും നൽകും. പൊതുവെ ആരോഗ്യം മികച്ചതായിരിക്കും. ദീർഘകാലമായി അലട്ടിയിരുന്ന ചെറിയ അസുഖങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. ആരോഗ്യ സംരക്ഷണത്തിന് ഈ വർഷം നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകും. പതിവ് വ്യായാമങ്ങളും നല്ല ഭക്ഷണശീലങ്ങളും പിന്തുടരും. മനസ്സിന് കൂടുതൽ ശാന്തതയും വ്യക്തതയും ലഭിക്കും. മാനസിക സമ്മർദ്ദങ്ങളും ഉത്കണ്ഠകളും കുറയും. ജീവിതത്തിൽ വെല്ലുവിളികളെ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും സംയമനത്തോടെയും നേരിടാൻ സാധിക്കും. ചിന്തകളിൽ പോസിറ്റിവിറ്റി നിലനിർത്താൻ കഴിയും. ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ മെച്ചപ്പെടുത്തും. ശരീരത്തിൽ ഊർജ്ജസ്വലതയും ചുറുചുറുക്കും വർദ്ധിക്കും. പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം ലഭിക്കും. ശാരീരിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കും. ആരോഗ്യകരമായ പുതിയ ജീവിതശൈലി സ്വീകരിക്കാൻ ഇത് നല്ല സമയമാണ്. യോഗ, മെഡിറ്റേഷൻ എന്നിവ ശീലമാക്കാൻ സാധിക്കും. ഹോബികളിൽ ഏർപ്പെടുന്നത് മാനസിക സന്തോഷം നൽകും. ജീവിതത്തോട് ഒരു ശുഭാപ്തി വിശ്വാസം പുലർത്താൻ കഴിയും. ഇത് ഏത് പ്രതിസന്ധിയിലും പ്രതീക്ഷ നിലനിർത്താൻ സഹായിക്കുകയും വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും. ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താനും അക്കാദമിക് രംഗത്ത് മികവ് പുലർത്താനും സാധിക്കും. പുതിയ കഴിവുകൾ പഠിക്കാനും നിലവിലുള്ള കഴിവുകൾ മെച്ചപ്പെടുത്താനും ഈ വർഷം അവസരം ലഭിക്കും. ഇത് നിങ്ങളുടെ ഹോബികളെ തൊഴിലുമായി ബന്ധിപ്പിക്കാൻ സഹായിച്ചേക്കാം. അല്ലെങ്കിൽ പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു തരാം. നിയമപരമായ തർക്കങ്ങളോ കേസുകളോ ഉണ്ടെങ്കിൽ അവ അനുകൂലമായി പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നീതി നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഭൂമി സംബന്ധമായ തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങളിൽ സജീവമായി ഇടപെടാനും സമൂഹത്തിന് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യാനും ഈ വർഷം അവസരം ലഭിക്കും. ഇത് നിങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ നല്ലൊരു സ്ഥാനം നേടാൻ സഹായിക്കുകയും ചെയ്യും. സ്വഭാവത്തിൽ കൂടുതൽ പക്വതയും വിവേകവും ദയയും പ്രകടിപ്പിക്കാൻ സാധിക്കും. മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും അവരുടെ പ്രശംസ നേടാനും കഴിയും. നേതൃത്വപരമായ കഴിവുകൾ വികസിപ്പിക്കും. ഈ വർഷം അനിഴം നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമാണെങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ഗുണഫലങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അമിത ആത്മവിശ്വാസം കാണിക്കുന്നത് ഒഴിവാക്കുക. ഓരോ കാര്യത്തിലും വിവേകപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക. ഭാഗ്യം കൂടെയുണ്ടെങ്കിലും കഠിനാധ്വാനവും ചിട്ടയായ പരിശ്രമവും തുടരുക. അലസത ഒഴിവാക്കുക. കാരണം ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥാനം പോലും പരിശ്രമമില്ലാതെ പൂർണ്ണഫലം നൽകില്ല. സാമ്പത്തികമായ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക. അനാവശ്യ ധൂർത്ത് ഒഴിവാക്കുക. ബഡ്ജറ്റ് തയ്യാറാക്കി മുന്നോട്ടു പോവുക. വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ ഉപദേശം തേടുക. വ്യക്തിബന്ധങ്ങളിൽ സത്യസന്ധതയും സുതാര്യതയും പാലിക്കുക. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ തുറന്ന സംസാരം അത്യാവശ്യമാണ്. ആരോഗ്യകാര്യങ്ങളിൽ ഏതൊരു വിട്ടുവീഴ്ചയും വരുത്തരുത്. പതിവായി ഡോക്ടറെ കാണുകയും ആരോഗ്യകരമായ ശീലങ്ങൾ തുടരുകയും ചെയ്യുക. ലഭിക്കുന്ന സൗഭാഗ്യങ്ങളിൽ നിന്ന് ഒരു ഭാഗം മറ്റുള്ളവർക്ക് നൽകാമെന്നും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ആദരിക്കണമെന്നും ഓർക്കുക. ഇത് കൂടുതൽ നല്ല കർമ്മഫലങ്ങൾ കൊണ്ടുവരും. അനിഴം നക്ഷത്രക്കാർക്ക് 2026 ഭാഗ്യാനുഭവങ്ങളുടെയും പുരോഗതിയുടെയും വർഷമായിരിക്കും. കർമ്മരംഗത്ത് ഉന്നതി, സാമ്പത്തിക ഭദ്രത, ദാമ്പത്യ സൗഖ്യം, ആത്മീയമായ ഉണർവ്, നല്ല ആരോഗ്യം എന്നിവ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ അനുകൂലമായ ഗ്രഹസ്ഥിതിയെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സബലീകരിക്കാനും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശുഭാപ്തി വിശ്വാസത്തോടും കഠിനാധ്വാനത്തോടും കൂടി മുന്നോട്ടു പോവുക. 2026 നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണ അധ്യായമായി മാറും.